അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഡിലീഷ്യസുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഡിന്നറിനും ഉണ്ടാക്കാം. ബൺ ദോശ, അതായത് ഇൻസ്റ്റന്റ് ബൺ ദോശ. ബൺ ദോശ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഇപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് ബൺ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയായിട്ട് വരും. അതുപോലെ തന്നെ സാധാരണ നോർമലി അല്ലാതെ ബൺ ദോശ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ അരി കുതിർത്ത് 5-6 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ചെടുത്ത് ഉണ്ടാക്കുന്നതും ബൺ ദോശ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇൻസ്റ്റന്റ് ബൺ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഏത് റവ വേണേലും യൂസ് ചെയ്യാം. ഇന്ന റവ വേണമെന്നൊന്നുമില്ല. ഒരു 1/4 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം നമുക്കിതിനകത്തോട്ട്. അപ്പം ഇതൊത്തിരി കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, മിക്സ് ആയിട്ടില്ല ശരിക്കും എന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം കൂടെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരിച്ചിരി കട്ടിയായിട്ടിരിക്കുക. ഇപ്പം ഒരല്പം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർക്കാം. ഇതൊന്ന് കുതിർത്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് അങ്ങ് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരിക്കേണ്ട കാര്യമില്ല. ഒന്ന് കുതിർത്തെടുക്കുക. അപ്പം ഈ വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സാക്കി നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിനി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് നമുക്കത് എന്ത് കണ്ടീഷനായി നോക്കാം. ഇവിടെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? അതിലോട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഒരു സ്റ്റിക്കി ഫോമിൽ വരും റവ ആയതുകൊണ്ട് കേട്ടോ. കുറേശ്ശെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് എടുക്കരുത്. കാരണം ബൺദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന ബാറ്റർ ഇച്ചിരി കട്ടിക്ക് തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. സാധാരണ ദോശയുടെ ബാറ്റർ പോലെ ലൂസായിട്ടല്ല. അപ്പം ഇത് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാം. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. 1/4 കപ്പ്. നമ്മളുടെ ബാറ്ററിൻ്റെ ടെക്സ്ചർ നോക്കിക്കണം, അതെങ്ങനെയാണ് വീഴുന്നതെന്ന്. ആ ഒരു ടെക്സ്ചർ ആയിരിക്കണം. റവ ആയതുകൊണ്ട് ഓൾറെഡി സ്റ്റിക്കി ആയിരിക്കും. കണ്ടില്ലേ? ഇങ്ങനെ വേണം ഇത് വീഴാൻ. ഇങ്ങനെ അത് വീഴുള്ളൂ കേട്ടോ. ഈ തിക്നെസ്സേ വെക്കാൻ പാടുള്ളൂ. ഒരുപാട് അങ്ങ് ലൂസാക്കരുത്. അപ്പം നമ്മുടെ ബൺ ദോശ അത്ര ഇതുപോലെ ആവില്ല. നമുക്ക് അപ്പോൾ നമ്മളുടെ ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്, കണ്ടില്ലേ? ഇത് ഈ ഒരു രീതിയിലായിരിക്കണം. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത്, കുറച്ച് കടുക് വറുത്ത് ചേർക്കണം ഇതിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചട്നി കൂടെ അരച്ചെടുക്കാം. നമുക്ക് ബൺദോശയ്ക്കുള്ള ചട്നിക്ക് അരയ്ക്കാനായിട്ട് ചട്നി നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. 2 ചട്നിയും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ തക്കാളിയും സവാളയും വെച്ചിട്ടുള്ള റെഡ് ചട്നി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെള്ള തേങ്ങാ ചമ്മന്തിയാണ്. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന, ഇഡ്ഡലിക്കും ദോശയ്ക്ക് ഉണ്ടാക്കുന്ന കട്ടിക്കുള്ള വെള്ള ചമ്മന്തി, റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന ടൈപ്പ്. അപ്പോൾ നമുക്കതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ, ഒരു 2 പിടി തേങ്ങ കേട്ടോ, 2 പിടി തേങ്ങയോളം ഇടുക. കൂടെ 1 ടീസ്പൂൺ നമ്മളുടെ ഈ പൊട്ടുകടല, 1 ടീസ്പൂൺ. പൊട്ടുകടല ഇടണമെന്നില്ല, നിർബന്ധമില്ല, ഓപ്ഷണലാണ്. പിന്നെ ഒരു 4-5 ചുവന്നുള്ളി. ഓക്കെ. ഒരു 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുകയാണ് നല്ലത്. 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതിൽ കൂടുതൽ വേണ്ട. ഒരല്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇതിൽ കൂടുതൽ വേണ്ട. ഒരു ശകലം വെള്ളം, ഒത്തിരി വെള്ളം ആവരുത്, കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ലൂസ് ആക്കിയിട്ടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസ് ആക്കിയും എടുക്കാം. ഒത്തിരി ഞാനിവിടെ ഒരു തടുക്ക പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. തടുക്ക പാൻ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ അല്ലെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ഒരു അല്പം കടലപ്പരിപ്പ്, അതായത് ചനാദാല്. കടലപ്പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചനാദാല്, സാമ്പാർ പരിപ്പല്ല. അതൊരു ശകലം ഇട്ട് കൊടുക്കുക, ഒത്തിരി വേണ്ട. കാരണം പരിപ്പ് ബ്രൗൺ ആകാൻ കുറേയേറെ സമയം എടുക്കും. അതുകൊണ്ട് കടുക് വറക്കാൻ ആദ്യം പരിപ്പ് തന്നെ ഇടുക. ഈ ഉഴുന്ന് പരിപ്പ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ചനാദാലിട്ടു, 1 ടീസ്പൂണോളം നമ്മൾ ഉഴുന്ന് പരിപ്പിട്ടു. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. അത് കരിഞ്ഞു പോകാതെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു നുള്ള് ജീരകം ഒന്നിട്ട് കൊടുക്കുക, ഒരുപാട് വേണ്ട. അതിലോട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക.
കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തു, കാരണം ഫ്ലെയിം ഇല്ലെങ്കിൽ ഈ പാനിൽ ചൂടുള്ളത് കൊണ്ട് അത് നല്ല ബ്രൗൺ ആയിക്കോളും. നമ്മളിപ്പോൾ ഒത്തിരി അങ്ങ് നേരം ഗ്യാസ് ഓണാക്കി വെച്ചിരുന്നാൽ ചിലപ്പം നല്ല ഡാർക്ക് കളറായി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ അതൊന്ന് നല്ലതുപോലെ ബ്രൗൺ ആയി വന്നോളും, വറുത്ത് വന്നോളും. നമുക്കിനി ഇത് ചട്നിയിലോട്ട് താളിച്ച് കൊടുക്കാം, പിന്നെ നമ്മൾ ബാറ്ററിലോട്ടും താളിച്ച് കൊടുക്കാം. ദോശയുടെ ബാറ്ററിലോട്ട് താളിക്കുമ്പോൾ നമുക്ക് ഈ മുളകിൻ്റെ ആവശ്യമില്ല, ബാക്കി മാത്രം താളിച്ചാൽ മതി. നമുക്ക് ഇതൊന്ന് താളിച്ച് കൊടുക്കാം. ഒരു ശകലം പരിപ്പും എണ്ണയും പിന്നെ മുളക് അങ്ങ് എടുക്കാം. നമുക്ക് മുളക് ദോശയുടെ ബാറ്ററിൽ ഇടരുത്, നമുക്കത് ഇത് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇത് മതി, നമുക്ക് ശകലം മതി നമുക്ക് ദോശയുടെ ബാറ്ററിലേക്ക്. സൂപ്പർ ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ ചട്നി നമ്മൾ ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഞാൻ ചൂടാക്കുന്നില്ല. ഇത് സാധാരണ നമ്മൾ ചൂടാക്കാറുണ്ടല്ലോ ഈ ചട്നി, അപ്പോൾ ഇത് പക്ഷേ ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ദോശയുടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ശകലം സവാള ഒന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ട്. ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് ജസ്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുഞ്ഞു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഒരുപാട് അങ്ങ് വഴണ്ട് അല്ലെ ബ്രൗൺ ആയി പോകരുത്, ഒന്ന് സോഫ്റ്റ് ആകുക, ഒന്ന് നിറം മാറുക മാത്രമേ ചെയ്യാവൂ. ഇത് കൂടുതലങ്ങ് വഴട്ടരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു 1 ഗ്രീൻ ചില്ലി, പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കണം, ചെറുതായിട്ട് അരിഞ്ഞണം എല്ലാം, അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം പച്ചമുളകും സവാളയും ജസ്റ്റ് ഒരു 1 മിനിറ്റോളം ഒന്ന് ലൈറ്റ്ലി ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കുക, കളർ മാറ്റിയെടുക്കുക. ഇനി നമുക്ക് ഈ ദോശയുടെ ബാറ്ററിലോട്ട് നമ്മൾ ഈ വഴട്ടി വെച്ച ഉള്ളിയും പച്ചമുളകും അങ്ങ് ആഡ് ചെയ്യാം. നമ്മൾ കടുക് വറുത്ത് വെച്ചില്ലേ, ഒരു ശകലം കടുക് വറുത്തത്, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ്, ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഉപ്പ്, ഒരുപാടായി പോകരുത് ഉപ്പ് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ കാണാൻ നല്ലൊരു രസമാണ്. എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിച്ച് ലൂസാക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ അങ്ങനെയാകുമ്പോൾ നമ്മൾ ദോശയ്ക്ക് മാവ് അതിലോട്ട് ഒഴിക്കുമ്പോൾ വെള്ളമായിട്ടിരിക്കുവാണെങ്കിൽ ആ ദോശ അങ്ങോട്ട് പൊങ്ങി വരാൻ അല്ലെങ്കിൽ സ്പോഞ്ചി ആവാൻ കുറച്ച് പ്രോബ്ലം കണ്ടേക്കും. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ആ ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് അതിന് പുറത്തോട്ട് തന്നെ ഒരു 1 സ്പൂൺ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? ആ ബേക്കിംഗ് സോഡ പെട്ടെന്ന് അത് ആക്റ്റീവ് ആകേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ ബേക്കിംഗ് സോഡ അല്ലാതെ കലക്കിയാൽ അത് ആക്റ്റീവ് ആവില്ല. അതിൻ്റെ പുറത്തോട്ട് 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് പെട്ടെന്നൊന്ന് ആക്റ്റീവായി കിട്ടും. നമ്മളെല്ലാം മിക്സ് ചെയ്തു. ലാസ്റ്റ് ഇതിലോട്ട് ഒരൽപ്പം ഫ്രഷ് മല്ലിയില കൂടി ഒന്ന് തൂവി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് തടുക്ക പാനാണ് ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് ചൂടായി കിടക്കുകയാണ്. ഒരുപാട് ഓവറായിട്ട് ചൂടാകരുത് കേട്ടോ. അതിലോട്ട് ഒരു ജസ്റ്റ് 1/2 ടീസ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്യിക്കുക. അങ്ങനെ പരത്തരുത് കേട്ടോ, പരത്താൻ പറ്റത്തില്ല. ഇതിൽ നമ്മൾ ഒഴിക്കുമ്പോൾ അങ്ങനെ തന്നെ റൗണ്ടായിട്ട് ഇരുന്നോളും. ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കൂടുതൽ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടെ ഒന്ന് വേക്കണം. ആണ്ട തന്നെ തിരിഞ്ഞു അത്. അപ്പം ഇങ്ങനെയായി വരും. അതിനിയൊന്ന് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇപ്പോൾ നമ്മുടെ ബൺദോശ, നെക്സ്റ്റ് ബൺദോശ റെഡി ആയിട്ടുണ്ട്. ഇത് എടുക്കുമ്പോൾ സൂക്ഷിക്കണേ. ആഹാ, കണ്ട അടിപൊളി. എങ്ങനെയുണ്ട്? ഇതിലോട്ട് നമുക്ക് സൂപ്പർന അടിപൊളി. നല്ല ബണ്ണ് പോലെ, ഇഡ്ഡലി പോലെ ഇരിക്കുക, ബണ്ണ് പോലെ തന്നെ. ഓക്കെ, അങ്ങനെ നമ്മളുടെ ബൺ ദോശ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, ശരിക്കും ബൺ പോലെ ഇരിക്കുകയല്ലേ, നല്ല സൂപ്പർ. ഭയങ്കര ചൂടാണ്, ബണ്ണ് പോലെ തന്നെ ഇരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ബൺ ദോശ ശരിയായിട്ടുണ്ട്. ഒന്നുമില്ല, സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ, തുറന്ന് കാണിക്കാം ഞാൻ അതിനകം. വാവ്, ശരിക്കും വെന്തിട്ടുണ്ട്, കണ്ടോ, നല്ലതുപോലെ വെന്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ വെള്ള ചട്നിയാണ് ഇതിൻ്റെ കൂടെ, തേങ്ങാ ചട്നി നമ്മൾ ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നി ഒന്നുമില്ലാതെ കഴിക്കാനും ടേസ്റ്റിയാണ്. പെട്ടെന്ന് അരിയും മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. 2 ചട്നിയും ഉണ്ടാക്കി. റെഡ് ചട്നി ഉണ്ടാക്കി, അതായത് നമ്മളുടെ സവാളയും ടൊമാറ്റോയും കൊണ്ടുള്ള ചട്നി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ചട്നി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ചട്നി ഉണ്ടാക്കിയെങ്കിലും എനിക്ക് ഈ നമ്മളുടെ ബൺദോശ കഴിക്കാൻ ഈ വൈറ്റ് ചട്നിയാണ് ഇഷ്ടം. അതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എൻ്റെ ഒരു ഇതിൽ. ചട്നി അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് കഴിക്കുക. അടിപൊളിയാണോ? നല്ല ടേസ്റ്റാണ് ഈ ചട്നിയുടെ കൂടെ കേട്ടോ. ഞാൻ 2 ചട്നിയും ടേസ്റ്റ് ചെയ്തു, പക്ഷെ എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക് യു. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.